നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീഫ് വഴറ്റിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 250 ഗ്രാം ബീഫ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: ഒരു സവാള അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഇത്ര സാധനങ്ങൾ അതിലേക്ക് ഒന്ന് അരച്ച് ചേർക്കണം. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, 3 ഏലക്ക, 2 ഗ്രാമ്പു, 1 കറുവപ്പട്ട, 1 കറുവപ്പട്ടയുടെ ഇല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 വറ്റൽമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കഷ്ണം കൊപ്ര, 1 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ ബീഫ് വഴറ്റിയ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ പോവാം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒരു കുക്കറിലെടുത്തതിന് ശേഷം ഈ ചതച്ചതും നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 പീസിലാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ടാമത് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചതഞ്ഞതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അരഞ്ഞു കിട്ടിയാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ വഴറ്റിയത് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം പകുതിയോളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ വഴറ്റിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇത് അരപ്പിൽ കിടത്തിയിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഒന്ന് കുറച്ച് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കൊപ്രയും വറ്റൽമുളകും കറിവേപ്പിലയും മല്ലിയിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് മുകളിൽ തൂവി കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. വീണ്ടും ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വഴറ്റിയ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇത് മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ റോസ്റ്റിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. എന്നാലും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് വഴറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.